കൊല്ലം മാതാമൃതാനന്ദമയി മഠത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു. അമൃതപുരിയിൽ ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ആഘോഷത്തിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. ധർമ്മവും ശാന്തിയും പുനഃസ്ഥാപിക്കുവാൻ ഭഗവാനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ക്ഷണിക്കണമെന്നും ഭഗവാന്റെ ജീവിതവും സന്ദേശവും നമുക്ക് പ്രചോദനമായും വഴികാട്ടിയായും തീരണമെന്നും അമ്മ ജന്മാഷ്ടമി സന്ദേശത്തിലൂടെ ഓർമ്മപ്പെടുത്തി. മഹാഗണപതി ഹോമത്തോടെയാണ് അമൃതപുരിയിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ഉണ്ണിക്കണ്ണന്മാർ അമൃതപുരിയെ അമ്പാടിയാക്കി. ഓടക്കുഴലും കുട്ടിക്കുറുമ്പുകളുമായി അവർ ആശ്രമാങ്കണത്തിൽ ഓടി നടന്നു. കൃഷ്ണഭക്തി ഗാനങ്ങൾ ആശ്രമത്തെ ഭക്തിയുടെ നിറവിലേക്ക് എത്തിച്ചു. ആശ്രമ കവാടത്തിൽ കൃഷ്ണവേഷധാരികൾ അണിനിരന്ന ഉറിയടി ആരംഭിച്ചതോടെ ആർപ്പുവിളികളും ജയ് കൃഷ്ണ വിളികളും ഉയർന്നു. ഉണ്ണിക്കണ്ണന്മാരെ മടിയിലിരുത്തി താലോലിച്ചും കുശലം പറഞ്ഞു സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും ആശ്രമം ഒന്നടങ്കവും ശ്രീകൃഷ്ണ ലീലകൾ ആസ്വദിച്ചു. ബാലഗോപാല പൂജയ്ക്ക് ശേഷം അമ്മ ജന്മാഷ്ടമി സന്ദേശം നൽകി. ലോക ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലത്തിലെ നിറവാർന്ന സാന്നിധ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാനെന്നും സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞതും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതുമായ ഒരു ജീവിത മാർഗമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് ഉപദേശിച്ചതെന്നും അമ്മ ജന്മാഷ്ടമി സന്ദേശത്തിലൂടെ പറഞ്ഞു. ആഘോഷങ്ങളോടനുബന്ധിച്ച് ഗോപൂജ, വർണ്ണശബളമായ ഘോഷയാത്ര, ബാലഗോപാല പൂജ, ഭജന, വിശ്വശാന്തി പ്രാർത്ഥന, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു. അമൃത ന്യൂസ്, കൊല്ലം.